കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായിക്ക് ശമ്പളം നൽകാനുള്ള തീരുമാനത്തിനെതിരെ മുൻ രജിസ്ട്രാർ NR ഗ്രാമപ്രകാശ് മല്ലിക സാരാഭായിക്ക് ശമ്പളം നൽകുന്നത് ഒരു പണിയും എടുക്കാതെയാണ്. ഗവർണറെ മാറ്റി ചാൻസലറായി മല്ലിക സാരാഭായിയെ നിയമിക്കുമ്പോൾ ശമ്പളം നൽകേണ്ടതില്ല എന്നായിരുന്നു സർക്കാർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ 2 ലക്ഷം രൂപ ശമ്പളമായി നൽകാനുള്ള സർക്കാർ നീക്കം തെറ്റെന്നും ഗ്രാമപ്രകാശ് പറയുന്നുണ്ട്. തീരുമാനം കലാമണ്ഡലത്തെ സാമ്പത്തികമായി തകർക്കുന്നുവെന്നും ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയായ ഗ്രാമപ്രകാശ് പറഞ്ഞു. പണിയെടുക്കാത്ത ഒരാൾക്ക് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വളരെ മോശമായ ഒരു കീഴ്വഴക്കാണ്. ശരിക്കും പറഞ്ഞാൽ സർക്കാരിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കലാമണ്ഡലത്തിന് തന്നെ അധികാരികളാണോ എന്നെനിക്കറിയില്ല. സർക്കാർ അത് ശരിയായ രീതിയിൽ ആലോചിച്ചിട്ടാണോ അത് ചെയ്തത് എന്നെനിക്കറിയില്ല. അതെന്തായാലും ഒരു തെറ്റായൊരു തീരുമാനമാണ്. പണിയെടുക്കാത്ത ഒരാൾക്ക് എങ്ങനെ ശമ്പളം കൊടുക്കുക? ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ ചേരുകയാണ്. ലെവിൻ, മുൻ രജിസ്ട്രാർ ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർത്തുന്നത്, ഇത് ആ അന്തരീക്ഷത്തിൽ അവിടെ ഉള്ള ഒരു ആരോപണം തന്നെയാണോ അദ്ദേഹം ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നത്, അതോ ആദ്യമായാണോ അദ്ദേഹം ഇത്തരത്തിലൊരു ആരോപണം ഉയർത്തുന്നത്? ഈ ശമ്പളം നൽകാനുള്ള നീക്കം സംബന്ധിച്ച് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണം ലഭ്യമാകുന്നുണ്ടോ? നമുക്ക് ലക്ഷ്മി, കഴിഞ്ഞ ദിവസമാണ് സാംസ്കാരിക വകുപ്പ് മല്ലിക സാരാഭായിക്ക് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായി പ്രവർത്തിക്കുന്ന പ്രശസ്ത നർത്തകി കൂടിയായിട്ടുള്ള മല്ലിക സാരാഭായിക്ക് 25,000 രൂപ ഓഫീസ് ചെലവുകൾക്കായും 1,75,000 രൂപ ഓണറേറിയവുമായി പ്രതിഫലം നിശ്ചയിച്ച് ഉത്തരവ് പുറത്തിറക്കിയത്. 2022 മല്ലിക സാരാഭായിയുടെ നിയമനം നടക്കുന്നത്. അപ്പോൾ സർക്കാർ തന്നെ അറിയിച്ചത് യാതൊരു പ്രതിഫലവും വാങ്ങാതെയാണ് ഇവർ ചാൻസലർ പദവി വഹിക്കുന്നതെന്നാണ്. അതിനുശേഷം 2 വർഷങ്ങൾക്കിപ്പുറം 2 ലക്ഷം രൂപ പ്രതിമാസ ശമ്പളമായി നിശ്ചയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഉത്തരവ് പുറത്തിറക്കുന്നത്. ഇതിനെതിരെ നേരത്തെയും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആളാണ് കലാമണ്ഡലത്തിന്റെ മുൻ രജിസ്ട്രാറും എഴുത്തുകാരനും ഇടതുപക്ഷ സഹയാത്രികനുമായിട്ടുള്ള ഡോക്ടർ NR ഗ്രാമപ്രകാശ്. ഇദ്ദേഹം നേരത്തെ ഇത്തരത്തിൽ 3 ലക്ഷം രൂപ മല്ലിക സാരാഭായിക്ക് പ്രതിഫലം നൽകാൻ കഴിഞ്ഞ വർഷം സർക്കാർ ധാരണയായിരുന്നു. രഹസ്യമായ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഇതിനെതിരെ പരസ്യമായ വിമർശനങ്ങളുമായി രംഗത്ത് വന്നതിന് പിന്നാലെ ഗ്രാമപ്രകാശിനെ കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗത്വത്തിൽ നിന്നും സർക്കാർ നടപടിയെടുത്ത് പുറത്താക്കിയിരുന്നു. അതിനു മുൻപ് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ ഭരണസമിതി കാലഘട്ടത്തിലായിരുന്നു ഇദ്ദേഹം കലാമണ്ഡലം സർവകലാശാലയുടെ രജിസ്ട്രാറായി പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഈ ഉത്തരവ് പുറത്തിറക്കിയതിന് പിന്നാലെയാണ് കലാമണ്ഡലത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളും മല്ലിക സാരാഭായിക്ക് സർക്കാർ പ്രതിഫലമായി നിശ്ചയിച്ച് നൽകാൻ സംബന്ധിച്ച തീരുമാനവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം വീണ്ടും വിമർശനം ഉയർത്തുന്നത്. കലാമണ്ഡലം കൽപ്പിത സർവകലാശാല നിലവിൽ തന്നെ ഒട്ടേറെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് നടുവിലൂടെയാണ് കടന്നു പോകുന്നത്. അത്തരത്തിൽ ജീവനക്കാർക്കടക്കം ശമ്പളം നൽകാനുള്ളൊരു സാഹചര്യം സർവകലാശാലയിൽ നിലവിലില്ല. പല ഘട്ടങ്ങളിലും ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന ഒരു സാഹചര്യം സർവകലാശാലയിലുണ്ടായി. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് യൂണിഫോം വിതരണത്തിലടക്കം കടുത്ത പ്രതിഷേധവുമായി ഇന്നലെ വിദ്യാർത്ഥികൾ രംഗത്തെത്തിയിരുന്നു. ഇത്തരത്തിൽ സാമ്പത്തികമായി പ്രതിസന്ധിയിലായ ഒരു സർവകലാശാലയുടെ ചാൻസലറായി പ്രവർത്തിക്കുന്ന മല്ലിക സാരാഭായിക്ക് അവർ നേരത്തെ തന്നെ സർക്കാർ അറിയിച്ചിരുന്നത് പ്രകാരം പ്രതിഫലമില്ലാതെ ചാൻസലർ പദവി വഹിക്കാമെന്ന് തീരുമാനിച്ച് ആ ചുമതല ഏറ്റെടുത്ത ഒരാൾക്ക് 2 ലക്ഷം രൂപ ഇപ്പോൾ വീണ്ടും പ്രതിഫലമായി നിശ്ചയിച്ച് അത് നൽകാനുള്ള തീരുമാനമെടുക്കുമ്പോൾ അതിനെതിരെയാണ് ഇദ്ദേഹം രംഗത്ത് വരുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ 2022 മുതൽ ഈ 2 വർഷ കാലയളവ് പരിശോധിക്കുമ്പോൾ 1/2 കോടിയിലേറെ രൂപ ഇത്തരത്തിൽ പ്രതിഫലമായി മല്ലിക സാരാഭായിക്ക് നൽകേണ്ടി വരും. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന് ബുദ്ധിമുട്ടിലായ സർവകലാശാലയുടെ പ്രവർത്തനം തന്നെ നിലച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഇത്തരമൊരു തീരുമാനമെടുത്ത സർക്കാർ നടപടികളെയാണ് ഇദ്ദേഹം നിശിതമായി വിമർശിക്കുന്നത്. ഇത് സംബന്ധിച്ച് മുൻപ് സാംസ്കാരിക മന്ത്രിക്ക് പരാതി നൽകിയിരുന്നെന്നും ആ പരാതിയെ ഗൗനിക്കാതെയാണ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നും ഡോക്ടർ NR ഗ്രാമപ്രകാശ് വിമർശിക്കുന്നു. ലക്ഷ്മി, തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ.